LCU ചിത്രം ബെൻസിന്റെ വമ്പൻ അപ്ഡേറ്റ്. ലാലേട്ടൻ ആക്ഷനിൽ അഴിഞ്ഞാടുന്ന ഒരു സിനിമ വരാൻ പോകുന്നു. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. ഉത്തരം 2018. ബൈജു ജിജി, എ അഭിജിത്ത്, ഉഷ മനു, അമൽ PS, അജീഷ് കുമാർ തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയത്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ഐ നോബഡി. പ്രേക്ഷകരിൽ നിന്നും ആവറേജ്, മിക്സഡ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഐ നോബഡിയുടെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം 86 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ഈ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ 2 കോടി രൂപയോളമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 20 ലക്ഷം രൂപ, വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടി രൂപയ്ക്ക് മുകളിലുമാണ്. 30 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഐ നോബഡിക്ക് ആവറേജിനും താഴെ ഒരു കളക്ഷനാണ് ആദ്യ ദിനം ലഭ്യമായിരിക്കുന്നത്. ആര്യ നായകനായിട്ടെത്തിയ അനന്തൻകാട് എന്ന സിനിമയുടെ ആദ്യ 14 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 2 കോടി 53 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ അനന്തൻകാടിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടി 75 ലക്ഷം രൂപയോളമാണ്. ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. മലയാളത്തിൽ നിന്നും കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് അരൂപി. ചിത്രം റിലീസിനെത്തിയ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 16 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 20 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ചിത്രവും പരാജയം തന്നെ. ഇന്ദ്രൻസ് നായകനായിട്ടെത്തിയ ചിന്ന ചിന്ന ആസ എന്ന ചിത്രത്തിന്റെ 20 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 20 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 2 കോടി 9 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടി 15 ലക്ഷം രൂപയോളമാണ്. വിഷ്ണു വിശാൽ നായകനായിട്ടെത്തിയ ഗാട്ടാ ഗുസ്തി 2 എന്ന ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കേരള കളക്ഷൻ 97 ലക്ഷം രൂപ. ഇന്നത്തോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1 കോടി എന്ന മാർജിനിലേക്കും എത്തപ്പെടും. അതേസമയം ഗാട്ടാ ഗുസ്തി 2വിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 28 കോടി 35 ലക്ഷം രൂപയോളമാണ്. റീസെന്റായി മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച വിജയം സ്വന്തമാക്കിയ സിനിമയാണല്ലോ ബാലൻ. ചിത്രത്തിന്റെ ആദ്യ 20 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 20 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 17 കോടി 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ബാലന്റെ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 33 കോടി 75 ലക്ഷം രൂപയോളമാണ്. ചിത്രം ഏതാണ്ട് ഫൈനൽ റണ്ണിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജയിലർ 2. വമ്പൻ ബഡ്ജറ്റിൽ വൻ ക്യാൻവാസിൽ വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഓൾറെഡി പൂർത്തിയായതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രത്തിലെ ചില പ്രധാനപ്പെട്ട രംഗങ്ങൾ റീഷൂട്ട് ചെയ്യുകയാണെന്നും രജനികാന്തിന്റെ ഉൾപ്പെടെയുള്ള ചില സീനുകൾക്ക് റീഷൂട്ട് ഉണ്ടായിരിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി ഒക്ടോബർ 15-ാം തീയതി റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ജയിലർ 2വിന് ഇപ്പോൾ നടന്നു വരുന്ന ഈ ഒരു റീഷൂട്ട് ഒരു വെല്ലുവിളിയാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നറിയാം. ഇതിനിടയിൽ ജയിലർ 2വിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ വെച്ച് പോലുമല്ല ഈ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നടത്തപ്പെടുക. പകരം മലേഷ്യയിൽ വെച്ച് നടത്താനുള്ള പദ്ധതിയിലാണ് മൂവി ടീം. ഇതിനു മുമ്പ് ദളപതി വിജയ് ചിത്രം ജനനായകന്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ജയിലർ 2വും മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫിലിയെ നായകനാക്കി ജിസ് ജോയ് പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു പ്രോജക്ട് ഓൺ ആവാൻ പോകുന്നു. നിലവിൽ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ജൂലൈ 14-ാം തീയതി ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും പൂജാ ചടങ്ങും നടത്തപ്പെടും. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അതിനുശേഷം മാത്രമാവും പുറത്തു വരിക. ഹോളിവുഡിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സിനിമയാണ് ഈവിൾ ഡെഡ് ബേൺ. ഈവിൾ ഡെഡ് സിനിമ ഫ്രാഞ്ചൈസിൽ നിന്നും ഒരു സ്പിൻ ഓഫ് ആയി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഈ ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 52 മിനിറ്റും. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ മൂവിയാണ് തുടക്കം. വിസ്മയക്കൊപ്പം ലാലേട്ടനും ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോൾ കൈകാര്യം ചെയ്യുന്ന തുടക്കത്തിന്റെ ഒരു വീഡിയോ ഗാനം നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരുന്നുണ്ട്. ജെക്സ് വിജയ് മ്യൂസിക് ഒരുക്കുന്ന ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കം വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യ നായകനാക്കി വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അട്ലൂരി അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പ് വരെ ലക്കി ഭാസ്കറിന്റെ 2ാം ഭാഗമാവും താൻ അടുത്തതായി ചെയ്യുകയെന്ന് വെങ്കി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ലക്കി ഭാസ്കർ 2വിന് മുമ്പ് തന്നെ അദ്ദേഹം മറ്റൊരു സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണ്. വെങ്കി അട്ലൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നാനി, കയാദുലോഹർ എന്നിവരാവും പ്രധാന വേഷങ്ങളിലെത്തുക. നിർമ്മാണം സിത്താര എന്റർടൈൻമെന്റ്സും. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷമാവും ഈ നാനി ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വരിക.
ജോജു ജോർജ് നായകനായി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വരവ്. മുമ്പ് പല കാരണങ്ങളാൽ റിലീസ് മാറ്റിവെച്ച വരവ് വരുന്ന ജൂലൈ 16-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ശ്രീ ഗോകുലം മൂവീസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയാവും വരവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം സ്റ്റണ്ട് സിൽവ, കലൈ കിങ്സൺ, ഫീനിക്സ് പ്രഭു, ജാക്കി ജോൺസൺ തുടങ്ങിയ 7ഓളം സ്റ്റണ്ട് മാസ്റ്റർ ചേർന്നാണ് വരവിന് സ്റ്റണ്ട് ഒരുക്കിയിട്ടുള്ളത്. ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന വരവിന്റെ പ്രധാന ലൊക്കേഷനുകൾ ഇടുക്കി, മൂന്നാർ, മറയൂര്, കാന്തല്ലൂര്, തേനി, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു. കാത്തിരിക്കാൻ വരവിന്റെ റിലീസിനായി. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ രാക്ക. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന രാക്കയിൽ അല്ലുവിനൊപ്പം ദീപിക പദുകോൺ, മൃണാൾ താക്കൂർ, രശ്മിക മന്ദാന, ജാൻവി കപൂർ, രമ്യ കൃഷ്ണൻ, ചെമ്പം വിനോദ്, യോഗി ബാബു എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം അല്ലുവിന്റെ കഥാപാത്രത്തിന്റെ സഹോദരി കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ മൂവി ടീം ആദ്യം പ്രീതി മുകുന്ദനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ തന്റെ തിരക്കുകൾ മൂലം പ്രീതി മുകുന്ദൻ ഈ ഒരു പ്രോജക്ട് കമ്മിറ്റ് ചെയ്തില്ല. അതിന് പകരമാണ് പിന്നീട് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ മലയാളത്തിൽ നിന്നും ഫെമിന ജോർജിനെ സിനിമയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഹൃദയപൂർവ്വം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് ലാലേട്ടനെ നായകനാക്കി വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ലാലേട്ടൻ ഒരു കോളേജ് അധ്യാപകനായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് അഖിൽ സത്യനാണ്. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ 2027-ലാവും ആരംഭിക്കുക. കാത്തിരിക്കാം ഹിറ്റ് കോംബോ ഒന്നിക്കാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ യഷ് നായകനായി നിലവിൽ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ടോക്സിക്. ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് പുറമെ സഹരചയിതാവും നിർമ്മാണ പങ്കാളിയുമാണ് യഷ്. റിപ്പോർട്ടുകൾ പ്രകാരം 50 കോടി രൂപയോളമാണ് യഷിന്റെ പ്രതിഫലം. ഇതുകൂടാതെ ചിത്രത്തിന്റെ ലാഭവിഹിതത്തിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഇനി നായികമാരിലേക്ക് വന്നാൽ കിയാര അദ്വാനി 15 കോടി രൂപ, നയൻതാര 12 കോടി, രുക്മിണി വസന്ത് 3 കോടി, ഹുമ ഖുറേഷി 2 കോടി, ചിത്രത്തിന്റെ സംവിധായികയായ ഗീതു മോഹൻദാസിന് 20 കോടി എന്നിങ്ങനെയാണ് പ്രതിഫല കണക്കുകൾ. ഏകദേശം 500 കോടി രൂപ ബഡ്ജറ്റിൽ KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ടോക്സിക് വരുന്ന ഓഗസ്റ്റ് 28 പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്തും. ലോകേഷ് കനകരാജിന്റെ LCU എന്ന സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബെൻസ്. രാഘവ ലോറൻസ്, നിവിൻ പോളി, രവി മോഹൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബെൻസിന്റെ 50% ചിത്രീകരണം ഇതിനോടകം തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണത്തിന് അടുത്ത ആഴ്ചയോടുകൂടി തുടക്കമാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ലോറൻസും രവി മോഹനും ഒന്നിച്ചുള്ള ചില കോമ്പിനേഷൻ സീനുകളാവും ഇവിടെ ചിത്രീകരിക്കുക. അതും പൂർത്തീകരിച്ച ശേഷം അവസാന ഷെഡ്യൂളിൽ ഇവർ 3 പേരുമുള്ള കോമ്പിനേഷൻ സീനുകളും ചിത്രീകരിക്കുന്നുണ്ട്. തുടർന്ന് 2027-ന്റെ തുടക്കത്തിൽ ബെൻസ് തിയേറ്ററുകൾ എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ഇന്ന് നടക്കുകയുണ്ടായി. മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി മമ്മൂക്ക തന്നെ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് പ്രൊഡക്ഷൻ നമ്പർ 9 എന്നാണ് താൽക്കാലികമായി ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. നിതീഷ് സഹദേവും അനുരാജ് ഓബിയും ചേർന്ന് തിരക്കഥ ഒരുക്കുന്ന ഈ ചിത്രത്തിന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഷൈജു ഖാലിദും. ഒരു പക്ക മാസ് മസാല എന്റർടൈനറായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഷാരൂഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കിങ്. ഷാരൂഖ് ഖാനൊപ്പം ദീപിക പദുകോൺ, അഭിഷേക് ബച്ചൻ, അനിൽ കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കിങ്ങിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഇന്റർവെൽ പോർഷന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില ആക്ഷൻ രംഗങ്ങളും വലിയൊരു വിജയദശമി ആഘോഷ പശ്ചാത്തലത്തിലുള്ള സീക്വൻസുകളുടെയും ഒക്കെ ചിത്രീകരണം മുംബൈയിലെ സ്റ്റുഡിയോകളിൽ വെച്ച് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇനി യൂറോപ്പിലും കേപ്പ് ടൗണിലുമായി 2 ഷെഡ്യൂൾ ചിത്രീകരണം കൂടി സിനിമയ്ക്ക് പൂർത്തീകരിക്കാനുമുണ്ട്. വരുന്ന സെപ്റ്റംബർ മാസത്തോടെ കിങ്ങിന്റെ പൂർണ്ണമായ ചിത്രീകരണം മൂവി ടീം പൂർത്തീകരിച്ച് ഈ വർഷം ഡിസംബർ മാസം 24 ക്രിസ്മസ് റിലീസായി കിങ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീമിന്റെ തീരുമാനം. ഇതിനിടയിൽ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ 130 കോടി രൂപ നൽകി നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന തരത്തിലും ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. 300 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന കിങ്ങിന് മികച്ച ഒരു OTT സെയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തുടരും എന്ന ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം ലാലേട്ടൻ തരുൺമൂർത്തി കോംബോ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ എറണാകുളത്ത് വെച്ച് നടന്നു വരുന്ന ചിത്രീകരണത്തിൽ സ്റ്റണ്ട് മാസ്റ്റർ സിൽവ ജോയിൻ ചെയ്തെന്നും നിലവിൽ ഒരു ഫാക്ടറി സെറ്റിനുള്ളിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീനിന്റെ ചിത്രീകരണമാണ് സിനിമയുടേതായി നടക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തുടരും സിനിമയ്ക്ക് വേണ്ടിയാണ് സ്റ്റണ്ട് സിൽവ ലാലേട്ടനൊപ്പം ഒന്നിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഈ കോംബോയിൽ വന്ന തുടരും സിനിമയിൽ ഫൈറ്റ് രംഗമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി തന്നെ മാറിയതും. അതുപോലെ ആരാധകരെ ആവേശത്തിലാഴ്ത്താനുള്ള ആക്ഷൻ രംഗങ്ങളും മികച്ചൊരു തിരക്കഥയും അതിമനോഹരത്തിനുണ്ടെങ്കിൽ മലയാളം സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയം നേടുന്ന സിനിമയായി അതിമനോഹരം മാറുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ വർഷം ഡിസംബർ മാസം 24 ക്രിസ്മസ് റിലീസായി അതിമനോഹരം തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യും.
രൺബീർ കപൂർ നായകനായി ഹോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് രാമായണ. രൺബീറിനൊപ്പം യഷ്, സായി പല്ലവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നിതേഷ് തിവാരിയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു രാമായണ എന്ന ഈ ചിത്രത്തിന്റെ ട്രെയിലർ വരുന്ന ജൂലൈ 18-ാം തീയതി പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ ഇതാ മൂവി ടീം തന്നെ ജൂലൈ 18-ന് രാമായണയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരുമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തു കഴിഞ്ഞു. അതും അവർ ജൂലൈ 18-ാം തീയതി ഡൽഹിയിൽ വെച്ച് ഒരു ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷൻ ആയിട്ടാണ് നടത്തുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ ട്രെയിലറിനായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പ്രശസ്ത മലയാള സിനിമയിലെ ഒരു ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയിലെന്ന് മനസ്സിലായവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യം ഉത്തരം നൽകുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.